This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ നേതൃത്വം നൽകിയ പയ്യന്നൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥ ആവേശോജ്വലമായി ചെറുപുഴയിൽ സമാപിച്ചു. ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ജാഥയെ വരവേറ്റു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാനുമാണ് ജാഥയിലൂടെ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ KR ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ ടി.ഐ. മധുസൂദനൻ MLA, മാനേജർ P. സന്തോഷ്, RK പത്മനാഭൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമാപന യോഗത്തിൽ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് ജാഥ ചെറുപുഴയിൽ സമാപിച്ചത്. അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ആ കുഞ്ഞികൃഷ്ണൻ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഈ പയ്യന്നൂർ ദുർബലപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മാധ്യമങ്ങൾ ഒരു ചെയ്തത് ശരിയാണോ, നിങ്ങൾ എത്രമാത്രം തെറ്റായ നിലപാടുകളും പ്രചരണങ്ങളുമാണ് നടത്തിയത്, നിങ്ങൾ എന്ത് നേടി, ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. 4 ദിവസക്കാലമായി മണ്ഡലമാകെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങളോട് സന്നിഹിതരായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രസംഗം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജനപക്ഷം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നണി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യയിൽ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളെയും ഒന്നിപ്പിച്ച് പ്രവർത്തിക്കുന്നൊരു മുന്നണി എങ്ങനെ കേരളത്തിൽ പരാജയപ്പെടും? രണ്ടാമത്തതാകട്ടെ, ഒട്ടനവധി വികസന കാര്യങ്ങൾ നാട് മുഴുവൻ നടന്നു വരുന്നു. അങ്ങനെയുള്ളൊരു മുന്നണി എങ്ങനെയാണ് കേരളത്തിൽ പരാജയപ്പെടുക? ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്, ജനങ്ങളിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചിട്ടുണ്ട്, വർഗീയ വികാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്രണപ്പെടുത്തലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി വരാൻ കാരണം. അത്തരമൊരു സാഹചര്യത്തെ മാറ്റി തീർക്കാൻ ജനങ്ങൾക്കിടയിൽ സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ, ഐക്യവും സാഹോദര്യവും വളർത്തിയെടുക്കാൻ, ജനങ്ങൾക്കിടയിൽ സന്ദേശമെത്തിക്കുക, പ്രചരിപ്പിക്കുക, ഐക്യം വളർത്തിയെടുക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയും RSSും സംഘപരിവാറും UDFും വിതച്ച വിഷവിത്ത് അത് മുളച്ചു വരാതിരിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രചരണ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.